നമസ്കാരം. വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. മിമിക്രി വേദിയിൽ നിന്നും സിനിമാ രംഗത്തെത്തി അത്യാവശ്യം നല്ല നടനെന്ന് പേര് കേൾപ്പിക്കുകയും നിരവധി സിനിമകളുടെ ഭാഗമാക്കാവുകയും ചെയ്ത നടനാണ് ടിനി ടോം. ഇപ്പോൾ ടിനി ടോം ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. പ്രേം നസീർ എന്ന മലയാളത്തിന്റെ നിത്യഹരിത നായകനെ കുറിച്ച് ഒരു ഓൺലൈൻ ചാനലിൽ ടിനി ടോം പറഞ്ഞതാണ് ഇപ്പോൾ വലിയ വിവാദമായെന്ന് മാത്രമല്ല, സിനിമാ രംഗത്തുള്ള മറ്റു പലരും ടിനി ടോമിന്റെ മേൽ ചാടി വീഴുകയും അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വരികയും ചെയ്തു. സാക്ഷാൽ പ്രേം നസീർ, മലയാളത്തിന്റെ നിത്യഹരിത നായകൻ, മനുഷ്യസ്നേഹി, ലോകത്തിലെ ഏറ്റവും അധികം സിനിമകളിൽ നായകനായ വ്യക്തി, അങ്ങനെ റിക്കാർഡുകളുടെ പെരുമഴക്കാലത്തിലൂടെ നടന്നുപോയ മലയാളത്തിന്റെ മഹാനടൻ പ്രേം നസീറിനെ കുറിച്ച് ടിനി ടോം പറഞ്ഞ ചില കാര്യങ്ങളാണ് വിവാദമായി തീർന്നത്. പ്രേം നസീറിന്റെ അവസാന കാലത്ത് സിനിമയിൽ അവസരങ്ങളില്ലാതെ അദ്ദേഹം വിഷമിച്ചിരുന്നുവെന്നും മേക്കപ്പ് ഇട്ട് ബഹദൂറിന്റെയും അടൂർ ബാസിയുടെയും വീട്ടിലൊക്കെ രാവിലെ ചെന്നിരുന്ന് കരയുമായിരുന്നു എന്നൊക്കെയാണ് ടിനി ടോം ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. വല്ലാതെ കഷ്ടപ്പെട്ടു അദ്ദേഹം അവസാന കാലത്ത്, അവസരങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു, കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെയാണ് സാക്ഷാൽ പ്രേം നസീറിനെ കുറിച്ച് ടിനി ടോം പറഞ്ഞത്. എന്നാൽ ഇത് പറഞ്ഞ് പുറത്തു വന്നതോടെ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ടിനി ടോം പറഞ്ഞത് 100% വാസ്തവ വിരുദ്ധമായിരുന്നു. മരണം വരെ സിനിമയിൽ നല്ല തിരക്കുള്ള ആളായിരുന്നു സാക്ഷാൽ നിത്യഹരിത നായകൻ നമ്മുടെ പ്രേം നസീർ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും 2 സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ധ്വനിയാടക്കം മറ്റൊരു സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഏതാണ്ട് 800ഓളം സിനിമകളിൽ വേഷമിടുകയും 600ഓളം സിനിമകളിൽ നായകനായി അഭിനയിക്കുകയും ചെയ്ത പ്രേം നസീർ അദ്ദേഹത്തിന്റെ മരണം വരെ മലയാള സിനിമയുടെ നിത്യ സാന്നിധ്യമായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വലിയ കസേര അദ്ദേഹത്തിന് തന്നെ ഉള്ളതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ടിനി ടോം ഇത്തരത്തിൽ ഒരു വർത്തമാനം പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്? തന്നോട് ഒരു മുതിർന്ന സിനിമാ നടൻ, വളരെ സീനിയർ ആയിട്ടുള്ള സിനിമാ നടൻ ഇത് പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും ഇപ്പോൾ വിവാദമായപ്പോൾ അദ്ദേഹം കൈകഴിയുന്നുമൊക്കെയാണ് ടിനി ടോം പറയുന്നത്. എന്നാൽ ആ പറഞ്ഞ സിനിമാ നടൻ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള സിനിമാ നടൻ ആരാണെന്ന് ടിനി ടോം വെളിപ്പെടുത്തിയില്ലെങ്കിലും അത് മണിയൻപിള്ള രാജു ആണെന്നൊക്കെ പല സംസാരം പല ഭാഗത്തും ഉണ്ടായി. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മണിയൻപിള്ള രാജുവിന്റെ വോയിസ് റെക്കോർഡ് പുറത്തുവിടുകയും ചെയ്തു. അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയുന്ന കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത് ടിനി ടോം വെറും മണ്ടനാണെന്നും അവരോട് ഞാൻ ഇത്തരം കാര്യങ്ങളെ പറഞ്ഞിട്ടില്ലെന്നും വാ തുറന്നാൽ വിവരക്കേട് മാത്രം പറയുന്നയാളാണ് ടിനി ടോം എന്നൊക്കെയാണ് മണിയൻപിള്ള രാജു പറയുന്നത്. മാത്രമല്ല, പ്രേം നസീർ സാറിന്റെ കൂടെ 15ഓളം സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ് താനെന്നും ഈ ടിനി ടോമെന്നും പ്രേം നസീറിനെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലെന്നുമാണ് ഈ മണിയൻപിള്ള രാജു പറഞ്ഞത്. മണിയൻപിള്ള രാജുവാണ് തനിക്ക് ഈ വിവരം തന്നത് അല്ലെങ്കിൽ തന്നോട് ഇത് പറഞ്ഞത് എന്ന് ടിനി ടോം ആരോടും പറഞ്ഞില്ലെങ്കിലും മണിയൻപിള്ള രാജു തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം അദ്ദേഹമാണ് തന്നോട് ഇത് പറഞ്ഞതെന്ന് ടിനി ടോം തന്റെ സുഹൃത്തുക്കളോടൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, മലയാളത്തിൽ ഇങ്ങനെ അബദ്ധങ്ങൾ വിളിച്ചു വരുന്ന നിരവധി നടന്മാരുണ്ട്, നടികളുണ്ട്. കാരണം സിനിമയുടെ ചരിത്രമൊന്നും പഠിക്കാതെ, തങ്ങൾക്ക് മുമ്പേ കടന്നുപോയവരുടെ സംഭാവനകളെ കുറിച്ച് മനസ്സിലാക്കാതെ, അറിയാതെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ മാത്രം ജീവിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന പ്രശസ്തിയും പണവും ആസ്വദിക്കുകയും ചെയ്യുന്ന നിരവധി പുതിയ തലമുറയിലെ അഭിനേതാക്കളെ, സാങ്കേതിക പ്രവർത്തകരെയൊക്കെ നമുക്കറിയാം. അതിൽപ്പെട്ട ഒരാളാണ് ടിനി ടോം എന്നാണ് പഴയ ചലച്ചിത്ര താരങ്ങളെല്ലാവരും പറയുന്നത്. പ്രേം നസീറിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു വിവരം ടിനി ടോമിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതുപോലൊരു മണ്ടത്തരം പറയില്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്. കാരണം പ്രേം നസീറിന്റെ ജീവിതം ഒരു പുസ്തകം പോലെ തുറന്ന് നമ്മളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച നിരവധി പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹവുമായി നിരന്തരം ജീവിതത്തിൽ ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹത്തിന് സഹായം വാങ്ങിച്ചവർ, അദ്ദേഹത്തിന്റെ മക്കൾ, ബന്ധുക്കൾ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത രീതിയിൽ ഇത്തരം സംസാരങ്ങൾ, ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അക്ഷന്തവ്യമായ തെറ്റാണെന്നാണ് സിനിമാ രംഗത്തെ പലരും പറയുന്നത്, അല്ലെങ്കിൽ സീനിയറായിട്ട് ആളുകൾ പറയുന്നത്. ഒരിക്കലും ഇത്തരം പുതിയ തലമുറയിലെ ആളുകൾ ഇങ്ങനെ വിവരക്കേടുകളും മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്നു. സിനിമയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ മുൻകാല ചരിത്രത്തെക്കുറിച്ച്, തങ്ങൾക്ക് മുമ്പേ കടന്നുപോയവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഇവർക്ക് കഴിയണം. ഇതൊന്നും കഴിയാതെ പണവും പ്രശസ്തിയും മാത്രം ലക്ഷ്യമിട്ട് സിനിമയിൽ കയറുന്നവർക്കുള്ള അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന മണ്ടത്തരങ്ങളും വിവരക്കേടുകളും മാത്രമായാണ് ടിനി ടോം വിളിച്ചു പറഞ്ഞതെന്നാണ് ഭൂരിഭാഗം സീനിയർ നടികളും അല്ലെങ്കിൽ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ പറയുന്നത്. മണിയൻപിള്ള രാജു തന്നെ
അദ്ദേഹം നൽകിയ വോയിസ് റെക്കോർഡിൽ, ഒരു മാധ്യമത്തിൽ നൽകിയ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് ഇവനൊന്നും സിനിമയെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന്. ഏതായാലും ടി ടോം പറഞ്ഞ വാക്കുകൾ പിൻവലിച്ചു. തന്നെ അദ്ദേഹം ക്ഷമ ചോദിച്ചു. നിങ്ങളെല്ലാവരെയും പോലെ ഞാൻ പ്രേംനസീറിന്റെ ആരാധകനാണ്, എനിക്കൊരു നാവുപിഴ വന്നു, ക്ഷമിക്കണമെന്നൊക്കെ ടി ടോം പറഞ്ഞതോടെ ആ വിഷയം അവസാനിച്ചു. പക്ഷേ ഇതിൽ സൂചിപ്പിക്കുന്നത് ഇതാണ്: സിനിമയിൽ പുതിയ തലമുറയിലെ ആൾക്കാർ അവർ പണവും പ്രശസ്തിയും മാത്രം അന്വേഷിച്ച് സിനിമയിൽ വരികയും മലയാള സിനിമയുടെ മഹത്തായ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ഒന്നും അറിയാതെ, ഒന്നും പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രതിഭയല്ല, വിവാദങ്ങളാണ് ഇവരെ നയിക്കുന്നത്. കാരണം ഇവർക്ക് പ്രതിഭയില്ല, മത്സരിച്ച് അഭിനയിച്ച് പിടിച്ചു നിൽക്കാനുള്ള പ്രതിഭയോ കഴിവോ ഇല്ല. മറിച്ച് വിവാദങ്ങളിലൂടെ കുറച്ചു നാൾ തങ്ങി നിൽക്കുക, കിട്ടുന്ന പൈസ സമ്പാദിക്കുക, തിരിച്ചു പോവുക, അല്ലെങ്കിൽ പിൻവാങ്ങുക, ഇതൊക്കെ മാത്രമേ ഇവരുടെ മനസ്സിലുള്ളൂ എന്നാണ് പലരും പറയുന്നത്. ഏതായാലും ടി ടോം പ്രേംനസീറിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായത് വളരെ നല്ല കാര്യം.